പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും എന്നെ ഇവിടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ രാജകുമാരിയിൽ നിന്നാണ്. 2014 ഒക്ടോബർ 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. 2024 ഒക്ടോബർ 10-ാം തീയതി. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഏലക്കാട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സെറ്റിൽമെൻറ്റ് ചേച്ചിമാരുടെ കൂടി വെറ്റല മുറുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. 16 വർഷത്തോളം ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് ധ്യാനങ്ങളൊക്കെ കൂടിയപ്പോഴൊക്കെ അത് നിർത്തണമെന്ന് എനിക്ക് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാധിച്ചിരുന്നില്ല. ഞാൻ കുറച്ച് ദിവസം നിർത്തും, വീണ്ടും അതുപോലെ തന്നെ പുനരാരംഭിക്കും. ഇവിടെ വന്നപ്പം എൻ്റെ അനിയൻ മുഖേനയാണ് ഒത്തിരി പേരെന്നോട് കൃപാസനത്തെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട്, പത്രം എനിക്ക് തന്നിട്ടുമുണ്ട്. അന്നൊന്നും ഞാനതങ്ങനെ വായിക്കും, അതിൻ്റെ ഹെഡിങ് മാത്രം വായിച്ചു പോകും. പക്ഷേ അങ്ങനെ ഫുള്ളായിട്ട് വായിക്കുമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞിരിക്കുന്ന ആരും ഇങ്ങോട്ട് വരാനുള്ള വഴികളോ ഏത് റൂട്ട് വരണമെന്നൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. എൻ്റെ അനിയൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൻ ഉടമ്പടി എടുത്തേച്ച് നേർച്ച വസ്തുക്കളുമായിട്ട് എൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും എൻ്റെ കുടുംബത്തെ ഈ പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്തു. അപ്പം അവൻ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വാ, എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും, ചേച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവനെ ഞാൻ കൊച്ചെന്നാണ് വിളിക്കുന്നത്, കൊച്ചെ എനിക്ക് പോകാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ 24-ാം തീയതി ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്നപ്പം മാതാവിനോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഓർത്താൽ ഞാൻ വന്നത്. പക്ഷേ എനിക്കൊന്നും മാതാവിനോട് പറയാനോ പ്രാർത്ഥിക്കാനോ പറ്റിയില്ല. അമ്മയെ കണ്ടത് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മയുടെ എനിക്ക് ഇവിടെ മുല്ലപ്പൂ സുഗന്ധം ഒരുപാടായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റി. അപ്പം ഞാനോർത്ത് അവിടെ ഉള്ള മണമായിരിക്കുന്നു. അവിടെ ഓരോരുത്തരുടെ സാക്ഷ്യം കേട്ടപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ സാമീപ്യമായിരുന്നു അതെനിക്ക് കിട്ടിയതെന്ന്. അത് പിന്നീട് പല പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമത് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൊച്ച് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ ഫീസ് അടയ്ക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ആകെ 7 സെൻറ്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അത് ഞാൻ ഒറ്റയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് ഒറ്റയ്ക്ക് വെച്ചയ്ക്ക് വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്. 5000 രൂപ വാടക കൊടുത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത് വിറ്റെങ്കിൽ എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കല്യാണം നടത്താനും അവളുടെ ഫീസ് അടയ്ക്കാനും എനിക്ക് മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. അച്ഛനോട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്ക് കാശുരവും തന്നു. ആദ്യത്തെ തവണ ഞാനത് ഉപ്പ് വിതറി കാശുരവും കൊണ്ട് അവിടെ പറമ്പിൽ കുഴിച്ചിട്ടു. പക്ഷേ അത് വിൽപ്പന നടന്നില്ല. 1.5 ലക്ഷം രൂപയ്ക്ക് ഒറ്റയ്ക്ക് വെച്ചിരുന്ന ആ പറമ്പ് 2.5 ലക്ഷത്തിന് പുതുക്കി വെച്ചു. ആ 1 ലക്ഷം രൂപ ആദ്യത്തെ 1.5 ലക്ഷം ഒഴിവാക്കി 1 ലക്ഷം രൂപ എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടച്ചു. എന്നിട്ട് എനിക്ക് ഒരു 3-4 ലക്ഷം രൂപ കടബാധ്യതയുണ്ട് വന്നു. ഇവളുടെ ബാക്കി ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. അവൾ മോണിസ്റ്റാറിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ സിസ്റ്റേഴ്സൊക്കെ ഫീസ് അടയ്ക്കുന്നില്ല എന്നും പറഞ്ഞ് വഴക്ക് പറയാൻ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി ഞാൻ ജോസഫച്ചനെ വീണ്ടും കണ്ടു, ഈ സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റ് തന്നെ വെച്ചുകൊണ്ട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കൊച്ചിൻ്റെ കല്യാണവും വരുന്നുണ്ട്, എനിക്ക് കുറച്ച് കടബാധ്യതയുണ്ട്, ആകെ എനിക്ക് ഈ സ്ഥലമേ ഉള്ളൂ, ഇത് വിറ്റിട്ട് വേണം എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്താനെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ഇവിടെ നിന്ന് എൻ്റെ കവിളത്തൊരടി തന്നു. അതൊരനുഗ്രഹത്തിൻ്റെ അടിയായിരുന്നു. അച്ഛൻ ഈശോയുടെ കാൽച്ചൂട്ടിൽ എൻ്റെ എഗ്രിമെൻറ്റ് കൊണ്ട് വെച്ചു, മാതാവിൻ്റെ അടുത്തും വെച്ചു. മാർച്ച് 16-ാം തീയതി 8 ലക്ഷം രൂപയ്ക്ക് എൻ്റെ സ്ഥലം കച്ചവടമായി. 10,000 രൂപ ആദ്യം അഡ്വാൻസ് എനിക്ക് കിട്ടി. എന്നുവെച്ചാൽ 1.5 മാസത്തെ അവധി, ഈ കാശ് കടം പറഞ്ഞ് 1.5 മാസത്തെ അവധി പറഞ്ഞു ബാക്കി പൈസയ്ക്ക്. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, അമ്മേ ആകെ കുറച്ച് പൈസയേ ഉള്ളൂ, എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നടത്തണം, ബാക്കി പൈസ കടം നിർത്തരുതേ, എനിക്ക് ഫുൾ പൈസ കിട്ടണമെന്ന് പറഞ്ഞു. എന്നാണേലും ഏപ്രിൽ 17-ാം തീയതി എനിക്ക് ഫുൾ പൈസയായിട്ട് എമൗണ്ടായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുകയും എൻ്റെ കടബാധ്യത തീർക്കുകയും എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അവളുടെ കല്യാണം ഉറപ്പിച്ച് ഈ ഉടനെ തന്നെ നടക്കും. പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് 2009 തുടങ്ങിയതാണ് സന്ധിവാതത്തിൻ്റെ അസുഖം. 2009 മുതൽ ഇവിടെ വരുന്നോടം വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ വേദനകളില്ല. ഈയിടെ ഞാൻ രക്തം പരിശോധിച്ച് കഴിഞ്ഞപ്പം എന്നും 500ൻ്റെ മുകളിൽ നിന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസം പരിശോധിച്ച് 34 ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കാലിനും കൈക്കും യൂറിക് ആസിഡ് എന്ന അസുഖമുണ്ട്, നീരുണ്ടാകുന്നുണ്ട്. ഏലക്കാട്ടി പണി കഴിഞ്ഞ് വരുമ്പം അതും ഞാൻ എൻ്റെ മാതാവിനെ സമർപ്പിച്ചിരിക്കുവാണ്. എൻ്റെ പിന്നെ ഈ ഏലക്കാട്ടി പണിത് കഴിയുമ്പോൾ തന്നെ കയ്യിലും കാലും ചൊറിച്ചിൽ, അലർജി രോഗമുണ്ട്. അതിപ്പോൾ പോകുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടുന്ന് എല്ലാവർക്കും ഉപ്പും തേനും കാശും മേടിച്ചു കൊണ്ടേ കൊടുത്തു. പിന്നെ തമിഴ് പത്രങ്ങൾ, മലയാളം പത്രങ്ങൾ,
ഇതെല്ലാം മേടിച്ച് എല്ലാ ജാതി മനുഷ്യരുടെ കയ്യിലും മാതാവിനെ പറ്റി പറഞ്ഞ് ഞാൻ കൊണ്ട് നടന്നു കൊടുത്തു. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ധനസഹായം ഓരോരുത്തർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ല നന്മകൾ എനിക്ക് ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വന്ന എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായി സ്നേഹം കാട്ടും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബിന്ദു സാബു ഇടുക്കി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവസാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, 16 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന ഒരു തഴക്കദോഷത്തെ അത് പൂർണ്ണമായിട്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് മാറ്റിയെടുക്കുവാനായിട്ട് തനിക്ക് സാധിച്ചെന്ന് തന്നെയാണ്. തനിക്ക് വെറ്റിലമുറുക്കുന്ന ഒരു സ്വഭാവ രീതി, പലതവണ സ്വഭാവ രീതിയെ മാറ്റുവാനായിട്ട് ശ്രമിച്ചെങ്കിലും അത് നടക്കാത്ത രീതിയിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും അതിനുശേഷമാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും ഉടമ്പടിയോട് ചേർന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ ഒരു തഴക്കദോഷത്തെ പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് മാറ്റിയെടുക്കുവാനായിട്ട് ബിന്ദു സാബുവിന് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്കുണ്ടായിരുന്ന കടബാധ്യതകളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴി കിട്ടിയ അനുഗ്രഹങ്ങളിലൂടെ അത് തനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ബിന്ദു സാബുവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും വിവിധങ്ങളായ നിയോഗങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.